കവിയൂർ പൊന്നമ്മയെ അനുസ്മരിച്ച് മോഹൻലാലിന്റെ പേരിൽ വ്യാജക്കുറിപ്പ് പ്രസിദ്ധീകരിച്ചതിൽ CPM മുഖപത്രമായ ദേശാഭിമാനിയിൽ നടപടി ഉണ്ടായിരിക്കുന്നു എന്ന വാർത്തകളാണ് ഇന്നേ ദിവസം എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇങ്ങനെയൊരു വാർത്ത വന്നതിലെ മിസ്റ്റേക്കിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് വലിയ വാർത്തകൾ വന്നിരുന്നു. കണ്ണൂർ യൂണിറ്റിലെ ന്യൂസ് എഡിറ്റർ AV അനിൽകുമാറിനെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. നടന്റെ അനുമതിയില്ലാതെ അദ്ദേഹത്തിന്റെ പേരിൽ പ്രസിദ്ധീകരിച്ച കുറിപ്പിൽ മോഹൻലാലിന്റെ അമ്മ ജീവിച്ചിരിപ്പിലെന്ന പരാമർശവും ഉണ്ടായിരുന്നു. അമ്മ പൊന്നമ്മ കവിയൂർ പൊന്നമ്മയ്ക്ക് അന്ത്യാഞ്ജലി നേർന്ന് നടൻ മോഹൻലാൽ എഴുതിയ വൈകാരിക കുറിപ്പാണ് ശനിയാഴ്ച ദേശാഭിമാനി പ്രസിദ്ധീകരിച്ചത്. എന്നാൽ ലാൽ എഴുതിയതല്ലെന്ന് ഉറപ്പിക്കുന്ന ഗുരുതര പിഴവുകളാണ് കുറിപ്പിൽ ഉണ്ടായിരുന്നത്. 2 പ്രിയപ്പെട്ട അമ്മമാരിൽ ജന്മം തന്ന അമ്മ നേരത്തെ യാത്ര പറഞ്ഞുപോയി, സിനിമയിലെ അമ്മയും വിട പറഞ്ഞിരിക്കുന്നു എന്ന വരിയായിരുന്നു വലിയ തെറ്റ്. മോഹൻലാലിന്റെ സ്വന്തം അമ്മയെ പരേതയാക്കിയ ദേശാഭിമാനി ലേഖനത്തിനെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വിമർശനം നിറഞ്ഞു. ഇതോടെ ദേശാഭിമാനി ഖേദം പ്രകടിപ്പിച്ചു. എവിടെയാണ് പിഴവെന്നോ എന്താണ് പിഴവെന്നോ പറയാതെ 5-ാം പേജിൽ വലതുമൂലയിൽ ഇന്നലെ പത്രാധിപരുടെ ഖേദപ്രകടനം പ്രസിദ്ധീകരിച്ചു. ഗുരുതര പിശകുള്ള അനുസ്മരണ കുറിപ്പിന് പിന്നിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത് കണ്ണൂർ യൂണിറ്റിലെ ന്യൂസ് എഡിറ്റർ അനിൽകുമാറിനെയാണ്. സ്വന്തമായി എഴുതിയ ലേഖനം മോഹൻലാലിന്റെ പേരിൽ നടന്റെ അനുമതിയില്ലാതെ പ്രസിദ്ധീകരിച്ചു. അതിലാകട്ടെ സാരമായ തെറ്റും വന്നു. ഇല്ലാ കഥകൾ പറയുന്നു എന്ന് മാധ്യമങ്ങൾക്കെതിരെ ക്യാമ്പയിൻ നടത്തുന്നതിനിടെ മോഹൻലാലിന്റെ പേരിലെ വ്യാജലേഖനം പാർട്ടി പത്രത്തിന് ചീത്തപ്പേരായി. സത്യം സാമൂഹ്യ മാധ്യമങ്ങൾ തുറന്നു കാട്ടിയപ്പോഴാണ് നടപടിയുണ്ടായത്. EMSന്റെ ജീവചരിത്രം ഉൾപ്പെടെ എഴുതിയ ന്യൂസ് എഡിറ്ററിനെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. ന്യൂസ് എഡിറ്ററിനെതിരെ പാർട്ടി തലത്തിലും നടപടി വന്നേക്കും.